ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ പരിചയപ്പെടുന്നത് കുറേ സുന്ദരീമണികളെയാണ്. അവർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. വളരെ സ്മാർട്ടായിട്ടുള്ള ചുറുചുറുക്കുള്ള സുന്ദരികൾ കാസർഗോഡ് നിന്ന് വരുന്നതാണ്. അനുഷ ആൻഡ് പാർട്ടി. ഒരാളുടെ പേര് ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, നമ്പറിൽ നോട്ട് ചെയ്ത് വെച്ചു. മറ്റെല്ലാം കൂട്ടുകാരികളാണ്. ഒരു കൂട്ടുകാരനും ഉണ്ട്. അപ്പോൾ അവർ വളരെ വളരെ സ്മാർട്ടും എൻതൂസിയാസ്റ്റിക്കും എനർജറ്റിക്കുമായിട്ടുള്ള കുട്ടികളാണ്, ചെറുപ്പക്കാരികളാണ്. അവർ പൈൻ ഫോറസ്റ്റിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് തമാശകളും കഥകളും കടങ്കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആടിപ്പാടി നടക്കുകയാണ്. അവരുടെ ശബ്ദം എനിക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയാതെ പോയി. അത് എൻ്റെ കുറ്റമാണ്. എൻ്റെ മൈക്ക് വർക്ക് ചെയ്തില്ല. മൈക്കിൽ ചാർജ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതിന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സുന്ദരീമണികൾ, എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ ഒരിക്കലും ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണ്. രണ്ടാമത് പോയി ഡപ്പ് ചെയ്യുന്ന ഒരു രീതി എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. പക്ഷേ അത് ചെയ്യേണ്ടി വന്നു. ചാർജ് ഇല്ലാതെ പോയി. അത് അനുഷ ഫ്രം കാസർഗോഡ്. അപ്പോൾ ആ കുട്ടി വളരെ കാര്യമായി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നല്ല നല്ല തമാശകൾ പറയുന്നുണ്ട്. പിന്നെ ചോദ്യങ്ങൾക്കും ഉത്തരവും പറയുന്നുണ്ട്. അവർ ആ പൈൻ ഫോറസ്റ്റിനെ എപ്രകാരം ആസ്വദിച്ചു, അത് അവർ എങ്ങനെ അവർക്ക് അത് എന്ത് അനുഭവം സമ്മാനിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ വളരെ നല്ല ഒരു എനർജറ്റിക് മൂഡിലാണ്, ഉല്ലാസവരികളായിട്ടാണ് നിലകൊള്ളുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഈ പൈൻ ഫോറസ്റ്റിൽ എത്തിപ്പെടുന്ന ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വളരെ വളരെ മനോഹരമായ, പ്രകൃതി രമണീയമായ, ശാന്തസുന്ദരമായ, വിശ്രാന്തി സന്ദായകമായ ഒരു സ്ഥലമാണിത്. ശാന്തി എല്ലാം ടെൻഷനുമായി വന്നിരുന്നു കഴിഞ്ഞാലും ഈ പ്രദേശത്ത് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ കുളിർമയും ആ മൂടൽ മഞ്ഞും കോടമഞ്ഞും വിശാലമായ പ്രദേശങ്ങളിലെ പൈൻ വൃക്ഷം തണലുകളും ഒക്കെ കാണുമ്പോൾ അമ്പരച്ചുംബിയായ നിൽക്കുന്ന പൈൻ വൃക്ഷങ്ങളാണ് കാണുന്നത്. തറയിലാണെങ്കിൽ അവയുടെ ഇലകളും എല്ലാം വീണ് തവിട്ട് നിറത്തിൽ പരവതാനി വിരിച്ചതുപോലെ കുതിരസവാരി ഇവിടെയുണ്ട്. അപ്പോൾ ഇത് സ്ഥാപിച്ച സുപ്രസിദ്ധനായ ഫോറസ്റ്റർ, കൊടൈക്കനാലിലെ ഫോറസ്റ്ററാണ് മിസ്റ്റർ HD ബ്രയാന്ത്. ആ ബ്രയാന്ത് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്ക് കൊടൈക്കനാലിൽ സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ പാർക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ പ്ലാന്റേഷൻ 1906 നട്ടു വളർത്തിയത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ പൈൻ വാലിയോട് വിട പറഞ്ഞിട്ട് മൊയർ പോയിൻ്റ്, അടുത്ത ഒരു പോയിൻ്റ് മൊയർ പോയിൻറ്റിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വാനിൽ കുറേ പേർ, ഒരു 10-15 പേര് ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൊടൈക്കനാലിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഡ്രൈവറാണിത്, വിജയ് എന്ന് പറയുന്ന ഡ്രൈവർ. ഇനി അടുത്ത ഒരു യാത്രക്കാരൻ ഗൗതം ഫ്രം ചെന്നൈ ആണ്. ഇനി കാസർഗോഡ് നിന്നുള്ള ശാലിനിയും നിതീഷുമാണ് ഇരിക്കുന്നത്. ശാലിനിയും നിതീഷും ഞാൻ താമസിച്ച കൊടൈ ഇന്നിൽ തന്നെയാണ് താമസിച്ചത്, ആ ലോഡ്ജിൽ. ഇപ്പോൾ കൈ കാണിച്ചത് സതീഷ്, അത് കൃഷ്ണപ്രിയ, അവരുടെ മകൻ സഞ്ജയ്. അവർ പാലക്കാട് നിന്ന് വരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു കുടുംബം, ബാംഗ്ലൂരിൽ നിന്ന് അശോക്, സുമ, അവരുടെ മകൾ ത്വരിത. അപ്പോൾ ഇവരെയെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഇനി മറ്റ് കർണാടകയിൽ നിന്നുള്ള സുഹൃത്തുക്കളുണ്ട്. അത് വേറെ ആരുമല്ല, അഖില ഫ്രം കർണാടക. ഇനി അവിടെ ബാക്കിൽ മുഖം മറച്ചിരിക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, കാറ്റടിച്ചെന്തോ പ്രശ്നമായിട്ടിരിക്കുന്നതാണ്, അല്ലാതെ പിണങ്ങിയിരിക്കുന്നതല്ല. അതും കർണാടകയിൽ നിന്നുള്ള ഒരു ഐശ്വര്യയാണ്. അതിന് ഇപ്പുറത്ത് ശ്രീദേവി ഇരിക്കുന്നു, അത് കർണാടകക്കാരിയാണ്. ഐശ്വര്യയുടെ മുഖം ജസ്റ്റ് ഒന്ന് കാണിച്ചു, അതാണ് ഐശ്വര്യ. ഇനി ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള യോഗേഷ്, നവദമ്പതികളാണ്. യോഗേഷും അപ്പുറത്തിരിക്കുന്ന അക്ഷയയും. അതുപോലെ തന്നെ കാസർഗോഡ് നിന്നുള്ള സുഹൃത്തുക്കൾ നിധീഷും ശാലിനിയും നവദമ്പതികളാണ്. അപ്പോൾ അവരുടെ മധുവിധുവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ് യാത്ര കാണുന്നതിന് വേണ്ടി. അപ്പോൾ പൈൻ വാലിയിലെ അതിസുന്ദരമായ കാഴ്ചകളും
ഒക്കെ കണ്ട ശേഷം മൊയർ പോയിന്റിൽ ത്വരിത ഫ്രം ബാംഗ്ലൂർ കൊച്ചുകുട്ടിയാണ് മറിഞ്ഞ് വീണ് മൂക്കിൽ ഒരു അടയാളമുണ്ട്. അതൊരു ബ്യൂട്ടി സ്പോട്ടായിട്ട് കൊണ്ടു നടക്കുകയാണ് നമ്മളെ മിടുമിടുക്കിയായ ത്വരിത. അപ്പോൾ പുള്ളിക്കാരി ഇംഗ്ലീഷിൽ സംവദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായി പറയുന്ന ഒരു മാന്യദേഹമാണ് ബേബി ത്വരിത. അപ്പോൾ ഇവരുടെ എല്ലാം സംഭാഷണങ്ങളും കുട്ടികളുടെ കൊഞ്ചലുകളും എല്ലാം ലൈവായി കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തു ചെയ്യാം, മൈക്ക് ചതിച്ചു എന്ന് പറഞ്ഞാൽ അത് പാലക്കാട് നിന്നുള്ള സതീഷാണ്. അത് നേരത്തെ പരിചയപ്പെട്ട ആൾ തന്നെയാണ് കൃഷ്ണപ്രിയ, സഞ്ജയ് അവരുടെ പുത്രൻ. ഈ മുന്നിലിരിക്കുന്ന ദമ്പതികളാണ് നേരത്തെ സൂചിപ്പിച്ച ശാലിനിയും അതിന് തൊട്ടപ്പുറത്തിരുന്നത് നിതീഷും. അപ്പോൾ മൊയർ പോയിൻ്റ് ലക്ഷ്യമായി ആക്കി നീങ്ങുകയാണ്. മൊയർ പോയിന്റിലേക്ക് നീങ്ങുകയാണ്. മൊയർ പോയിൻ്റ് കാണുന്നതിന് മുമ്പ് അതിൻ്റെ സ്ഥാപകൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊയർ പോയിൻ്റ് സ്ഥാപിച്ചത് സർ തോമസ് മൊയറാണ്. അത് മദിരാശിയുടെ കളക്ടർ ഇൻചാർജ് ആയിരുന്നു സർ തോമസ് മൊയർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മൊയർ പോയിൻ്റ്. മൊയർ പോയിന്റിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്തൂപമാണ് മൊയർ പോയിന്റിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സർ തോമസ് മൊയറിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന മൊയർ പോയിൻ്റ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. അപ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ചുറ്റുപാടും ഗാർഡനും പച്ചപ്പും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് സ്ഥാപിച്ച സർ തോമസ് മൊയറിൻ്റെ പേരിലുള്ള സ്തൂപമാണ് കാണുന്നത്. ഇനി അതിന് തൊട്ടടുത്ത് ഒരു പ്രതിമ, അത് കാട്ടുപോത്ത് എന്ന് സാധാരണ ആളുകൾ തെറ്റിച്ച് പറയുന്നതാണ്. കാട്ടുപോത്ത് അല്ല. പോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, പോത്ത് എന്ന് സാധാരണ നമ്മൾ പറയുന്നത് ഒരു അപമാനകരമായിട്ട് തോന്നുന്ന രീതിയിൽ. പോത്ത് അപമാനിക്കേണ്ട കാര്യമല്ല, എങ്കിലും ഇത് പോത്ത് ജാതി അല്ല. വാസ്തവത്തിൽ കാട്ടുപോത്ത് എന്ന് പറയണമെങ്കിലും ശരിക്ക് കാട്ടി ആണ്. കാട്ടി ബിസൺ എന്ന് പറയും. വാസ്തവത്തിൽ ബിസണും അല്ല, വൈൽഡ് ഗോർ. ബിസൺ എന്ന് തെറ്റിച്ച് പറയുന്നത് ആണ്. ബിസൺ എന്ന് പറയുന്നത് യൂറോപ്പിലും അമേരിക്കയിലും കാണുന്ന ഒരു ജീവിയാണ്. ഇതുമായിട്ടൊക്കെ സാമ്യമുള്ള ഒരു ജീവിയാണ്. പക്ഷേ ഇത് വൈൽഡ് ഗോർ. അപ്പോൾ വൈൽഡ് ഗോറാണത്. അപ്പോൾ സുഹൃത്തുക്കളെ, അതിമനോഹരമായ പ്രദേശം മൊയർ പോയിൻ്റ്. പക്ഷേ കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. ഇവിടെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു തരം മഷ്റൂമുകൾ വളരുന്നുണ്ട്. അത് ഈ മൊയർ പോയിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അതുപോലെ പൈൻ വാലിയുടെ നേരത്തെ കണ്ട പൈൻ വാലിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അതുപോലെ ഇവിടുന്ന് ഒരല്പം അകലത്തിൽ ചില ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. പൂമ്പാറ, മന്നവന്നൂർ, പൂണ്ടി, ക്ലാവരയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേരളത്തിലേക്ക്. ക്ലാവറയിൽ നിന്ന് കാട്ടിലൂടെ കയറിക്കഴിഞ്ഞാൽ 12 കിലോമീറ്റർ ഫാം റൂട്ട് എന്ന് പറയും. അവിടെ ഇപ്പോൾ പ്രവേശനമില്ല. അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം. അവിടെയുള്ള വില്ലേജിലെ വസ്തുവകകൾ, കാർഷിക വസ്തുക്കളെല്ലാം വട്ടവട നടന്നു കൊണ്ടുപോയി വിൽക്കുന്നത്. വട്ടവട എന്ന് പറഞ്ഞാൽ മൂന്നാറിനടുത്ത് ടോപ്പ് സ്റ്റേഷനടുത്തുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കാർഷിക വിഭവങ്ങൾ ഈ ഫാം റൂട്ടിലൂടെ നടന്ന് കൊണ്ടുപോയി അവിടുത്തെ കുടിയേറ്റക്കാർ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഫാം റൂട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ പൊതുജനങ്ങൾക്ക് യാത്ര നിഷേധിച്ചിരിക്കുകയാണ്. 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാട്ടിനുള്ളിൽ കൂടി. പക്ഷേ ചുറ്റി വളഞ്ഞ് വരുമ്പോൾ എത്ര കിലോമീറ്റർ വരണം കേരളത്തിൽ നിന്ന് ഈ പറയുന്ന കൊടൈക്കനാലിലേക്ക് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഗ്രാമങ്ങളിലെല്ലാം മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരുതരം മഷ്റൂം ഉണ്ട്. അതൊരു ലഹരി വസ്തുവാണ്, ലഹരി സന്ധായകമായ വസ്തുവാണ്. അപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആരും ദയവായി പ്രേക്ഷകർ തേടിപ്പോകരുത്. അപ്പോൾ നമ്മുടെ വൈൽഡ് ഗോറിനെയാണ് കാണുന്നത്. വൈൽഡ് ഗോറിൻ്റെ ആ ഒരു ഗാംഭീര്യം, വാസ്തവത്തിൽ കാനനത്തിൻ്റെ ഗാംഭീര്യവും ഭയാനകമായ സൗന്ദര്യവും ഒക്കെ ഉള്ള സൗന്ദര്യം ആവഹിച്ച ഭീകരമായ വീര്യം ആവഹിച്ച ജീവിയാണ് വൈൽഡ് ഗോർ എന്ന് പറയുന്ന കാട്ടി എന്ന് പറയേണ്ടി വരും. അതിൻ്റെ എഴുന്നു നിൽക്കുന്ന 6 പാക്ക് ബോഡി എന്നൊക്കെ പറയും പോലെയുള്ള ശരീരം, ആ തല എടുത്ത് പിടിച്ചുള്ള നിൽപ്പ്, ശരിക്ക് ആനയ്ക്ക് പോലും ഈ ഇത് കിട്ടുമോ, ഒരു വീര്യം കിട്ടുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം കാടിൻ്റെ ആ ഒരു കാനന ഭംഗി, വീര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാട്ടി തന്നെയാണ്. അപ്പോൾ അതാണ് വൈൽഡ് ഗോർ.
ഇനി സുഹൃത്തുക്കളെ, ഇത് നമ്മളെ അപ്പർ ലേക്ക് വ്യൂ ആണ്. അപ്പർ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് ആ കൊടയിൽ ലേക്ക് കാണാൻ പറ്റും, ഒരു സ്റ്റാർ ആകൃതിയിൽ. ശ്രദ്ധിച്ച് നോക്കിയാൽ, വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ല, ചെറിയ മൂടൽമഞ്ഞ് ഉള്ളത് കൊണ്ട് അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ സ്റ്റാർ ഷേപ്പ് ഉള്ള ലേക്ക് കാണാം, കൊടൈ ടൗൺ കാണാം. അപ്പോൾ അപ്പർ ലേക്ക് വ്യൂ അതിമനോഹരമായ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. കൊടൈ കനാൽ ടൗൺഷിപ്പിന് അടുത്തുള്ള അപ്പർ ലേക്ക് വ്യൂ എന്ന് പറയുന്ന വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റാർ ഷേപ്പുള്ള കൊടയിലേക്ക് കാണാം. അപ്പോൾ അത് അപ്പർ ലേക്ക് വ്യൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാജിക് മഷ്റൂം, അതിന് സൈലോസൈബ് ക്യൂബൻസിസ് എന്ന് പറയും. സൈലോസൈബ് ക്യൂബൻസിസ് എന്ന് ശാസ്ത്രീയ നാമമുള്ള സാധനമാണ് ഈ പറയുന്ന മാജിക് മഷ്റൂം. ലഹരി വസ്തുവാണ്, അതീവ ലഹരി ഉള്ളതാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് അന്ന് ഉപയോഗിക്കരുത്, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഓക്കെ, ബൈ.